ഗായ്സ് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ജേർണൽ ബുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത്. നോക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്ലിപ്പ് ത്രൂ ചെയ്യാം. നമ്മുടെ ഈ ജേർണൽ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കുറേ ടൈപ്പ് ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് മന്ത്ലി സ്പ്രെഡ്സും ഇയർലി സ്പ്രെഡ്സും ഓരോ തീം എടുത്തിട്ട് ഇതുപോലെ 2 പേജസിൽ ചെയ്യുന്ന ജേർണലിങ്ങും പിന്നെ നമ്മൾ സ്ഥിരം ഷോർട്സിൽ പോസ്റ്റ് ചെയ്യുന്ന ആർട്ട് ജേർണലിങ്ങും അങ്ങനെ കുറേ ടൈപ്പ് സംഭവങ്ങളുണ്ട്. ശരിക്കും കഴിഞ്ഞ വർഷം വരെ ഞാൻ ആകെ 2 ജേർണൽ ബുക്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഈ വർഷം മുതൽ ഞാൻ എൻ്റെ ജേർണൽ വിത്ത് മീൻ്റെ ലോങ് വീഡിയോയിൽ കാണിച്ച പോലെ 4 ബുക്സാണ് എടുത്തേക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഓരോ ടൈപ്പ് ജേർണലിങ്ങിനും ഓരോ ബുക്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജേർണലിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ബുക്സ് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ ഡ്രീം ജേർണൽ, K-ഡ്രാമാസും സീരീസിന് വേണ്ടിയുള്ള ജേർണൽ, ഇനി മന്ത്ലി സ്പ്രെഡ്സും മെമ്മറീസ് ഒക്കെ എഴുതി വെക്കുന്ന സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുന്ന ജേർണലും, പിന്നെ നമ്മുടെ ഈ ബുക്ക് തീർന്നുകൊണ്ട് ഇതുപോലത്തെ ജേർണലിംഗ് ചെയ്യാനുള്ള ഒരു പുതിയ ബുക്കുമല്ല എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ജേർണൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബുക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഓരോ ടൈപ്പ് ജേർണൽ ഇങ്ങനെ വേർതിരിച്ച് വെക്കാം. അത്രേ ഉള്ളൂ. എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞതാണ് നമ്മുടെ ബുക്കിന്റെ ഫൈനൽ സ്പ്രെഡായി. ഇത് കഴിഞ്ഞിട്ട് 2-3 ബ്ലാങ്ക് പേജസ് ഉണ്ട്. നമ്മുടെ ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഈ അവസാനത്തെ പേജസിൽ ചെയ്യാൻ പാടാ. അതങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.